ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ബീച്ച് ബാംഗ്ലൂരിലേക്കാണ്. അപ്പോൾ ഇത് ഫോർത്ത് ഫ്ലോറിലാണ്. ഒരു ഗോൾഡൻ തീമിൽ തന്നെയാണ് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഡെക്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഭയങ്കര അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ വേറെ ഒരു ലോകം. ഇതൊരു മിഡിൽ ഈസ്റ്റേൺ അറബിക് ആർക്കിടെക്ചറിലാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലേസ് ആട്ടോ. നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു മൈൻഡൊക്കെ ഒരു പീസ്ഫുൾ ആയ പോലെ തോന്നി. അത്യാവശ്യം ഫോട്ടോജനിക് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ട്ടോ. ഇവിടുന്ന് നമ്മൾ അത്യാവശ്യം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായി. പിന്നെ കുറേ കാം മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിരുന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സാലഡായിരുന്നു. ഇത് നമ്മുടെ ഗോട്ടിൻ്റെ ചീസ്, ചിക്കന്, ഫിഗ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള സാലഡ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഷിൻ്റെ ഒരു സ്റ്റിർ ഫ്രൈ ആയിരുന്നു. ഒരു തായ് ബേസ്ഡ് ക്യുസിനായിരുന്നു കേട്ടോ. ഇത് ബാസ ഫില്ലറ്റ് ഇല്ലേ, ബാസ ഫിഷ് അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട്. അതിൻ്റെ കൂടെ മുക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പിനാക്കോളഡ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കാണ്. പൈനാപ്പിളും കോക്കനട്ട് മിൽക്കും. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ആ ഒരു കോക്കനട്ട് പൗഡറും പൈനാപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായി. നമ്മൾ വിചാരിച്ചത് ക്വാണ്ടിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളിതൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഫുള്ളാക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ പാർസൽ ചെയ്ത് 2 പീസ് കഴിച്ച്. ലാസ്റ്റ് ഓർഡർ ചെയ്ത ഈ ഒരു ഡെസേർട്ടായിരുന്നു. ഇത് ഫെറോ റോഷറിൻ്റെ എന്തോ ഒരു പേര്, എനിക്ക് അതിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് പൊതുവേ അങ്ങനെ മധുരം ഇഷ്ടമില്ല. പക്ഷേ ഇതിങ്ങനെ വായിലിട്ടാണ്ടല്ലോ അങ്ങനെ അലിഞ്ഞു പോകുന്ന അത്രയും നല്ല ഒരു ഡെസേർട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. വൺ ടൈം എന്തായാലും നിങ്ങൾ ഈ ഒരു പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.